ആരപ്പം ഇവിടെ നനക്കുന്നുണ്ടാവുക? പള്ളുരുത്തിയിലെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും, ഞാനൊഴികെ. എൻ്റെ തൊട്ടടുത്ത് ഈ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ മോശം. അതേനേ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം കേട്ടോ. കച്ചേരിപ്പടി സെൻറ്ററിലാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പള്ളുരുത്തിയിലെ കച്ചേരിപ്പടിയിലെ പാർക്കിലാണ് ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അത് വീഡിയോയിലൂടെ പറയാം. പക്ഷേ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ചെടി കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടാണ്. അപ്പോൾ അത്രയും ഭംഗിയിലാണ് ഈ പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയും നല്ല ഭംഗിയിൽ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീജിത്തും പിന്നെ പ്രദീപ് പള്ളുരുത്തി അതുപോലെ കേട്ടോ. പ്രാരംഭ നടപടികളാണ് ലോഞ്ചിങ്. അതിൻ്റെ യോഗത്തിൻ്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി സ്റ്റാർ ബീറ്റ്സിൻ്റെ സജീവ പ്രവർത്തകനായ ശ്രീ ബിനീഷ് മൊയ്തീനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികളെ, മാന്യ സദസ്യരെ, ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ വി എ ശ്രീജിത്താണ്. അത്യധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ പ്രദീപ് പള്ളുരുത്തി. നമ്മുടെ മുഖ്യാതിഥികളൊരാൾ ശ്രീ അൻവർ ആലുവയാണ്. അപ്പോൾ ഇവരൊക്കെ സ്വാഗതം ചെയ്ത ആളാണ് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ അവരുടെ ഗ്രൂപ്പിൻ്റെ ഗാനമേളയുടെ ഉദ്ഘാടനമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വീഡിയോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ ഈ പാർക്കിൽ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇത്ര ഭംഗിയിലൊന്നും ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ ഒരു പാർക്കായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൗൺസിലർ നല്ല അവരുടെ പ്രവർത്തനം മൂലം ഈ പാർക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 7 ദിവസവും ഇവിടെ പാർക്ക് അപ്പോൾ ഈ കാണുന്ന മാനുണ്ടല്ലോ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പപ്പാനിയുടെ വാഹനമായിരുന്നു. 2025 നമ്മുടെ പപ്പാനിനെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് കേട്ടോ കത്തിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാനായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തെ പള്ളുരുത്തിയിലെ നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഇത്. ഇവിടെ രാവിലെ ഒരു 6:30 മുതൽ 8:30 വരെയും അതുപോലെ വൈകുന്നേരം 4:30 മുതൽ 8:30 വരെയും ഇവിടെ ഓപ്പണാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള അടിപൊളി പാർക്കാണ്. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ വരിക. അടുത്തുള്ളവർക്കൊക്കെ വരാം, ദൂരമുള്ളവർക്കൊന്നും പറ്റില്ല. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഈ ചെടികളൊക്കെ ആരാണാവോ നനക്കാന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടാ. നല്ല അടിപൊളിയിലാണ് ഇവിടുത്തെ എല്ലാ ചെടികളും നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയിലും ഭംഗിയിലുമാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങളെ കാണിച്ചു.